നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ടാകുന്നു, നമുക്ക് മെൻ്റൽ റിവാർഡ് ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ കുറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കാൻ തന്നെ താല്പര്യം കുറയുകയും പൊതുവെ ഭക്ഷണത്തോട് താല്പര്യം കുറയുകയും അങ്ങനെ നമ്മുടെ ടേസ്റ്റുകളും അഭിരുചികളും എല്ലാം കുറവാകുകയും ചെയ്യും. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ ഒരു 25 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വികസിക്കില്ല, വളരില്ല, പഠിച്ചതൊക്കെ അവിടം വരെ ഉണ്ടാവുകയുള്ളൂ, അതിനുശേഷം ഒന്നും പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരു അബദ്ധമായ ഒരു ധാരണയുണ്ട്. പക്ഷേ ന്യൂറോ സയൻസ് വികസിച്ചതോടുകൂടി ഈ ധാരണകളെല്ലാം തെറ്റിപ്പോവുകയാണ്. ഉദാഹരണമായിട്ട് നാം ഒരു വ്യക്തിബന്ധമുണ്ടാക്കുമ്പോൾ, ഒരു വ്യക്തിയുമായി ഒരു ബന്ധമുണ്ടാക്കുമ്പോൾ നമ്മുടെ പുതിയ ഒരു ന്യൂറോൺ ഉണ്ടാവുകയും ആ പുതിയ ന്യൂറോൺ ഒരു കണക്ഷൻ ഉണ്ടാവുകയും അതിലൂടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രവഹിക്കുകയും നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നാം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഒരു ടൂറിനോ അല്ലെങ്കിൽ ഒരു സ്ഥലം കാഴ്ചയ്ക്കായോ നാം പോകുമ്പോൾ നമുക്ക് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവുകയും പുതിയ പുതിയ ന്യൂറോ കണക്ഷൻ നമ്മുടെ തലച്ചോറിലുണ്ടാവുകയും അതുവഴി നമുക്ക് കൂടുതൽ സന്തോഷിക്കാനും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും കൂടുതൽ കാര്യങ്ങളെ അപഗ്രഥിക്കാനും നമുക്ക് സാധിക്കുന്നു. അപ്പം നമ്മുടെ തലച്ചോറ് എത്രമാത്രം പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആകുന്നുവോ, എത്രത്തോളം നാം ഒരു പ്രവൃത്തിയിൽ വ്യാപൃതനാകുന്നുവോ അത്രത്തോളം നാം കൂടുതൽ പ്രസന്നവന്മാരാകുന്നു. കൂടുതൽ ശരീരത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഒരു പ്രായം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഏജ് ആവുക. നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു കുഴപ്പമാണ്, വളരെ പെട്ടെന്ന് ആൾ പ്രായമാവുകയും നമ്മുടെ ശരീരം ക്ഷീണാവസ്ഥയിലേക്കും വരുന്നു. നമ്മൾ ജീവിക്കുന്ന കാലം എല്ലാ കാലത്തും നമ്മൾ പ്രസന്നതയോടും സന്തോഷത്തോടും കൂടി മനസ്സൗഖ്യത്തോടു കൂടി ജീവിക്കുവാൻ നാം കൂടുതൽ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകണം എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും നാം ഇൻവോൾവ് ആകാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഉത്സാഹങ്ങൾ ഉണ്ടാകുന്നു, കൂടുതൽ തലച്ചോറിൽ കൂടുതൽ ന്യൂറൽ കളക്ഷൻ ഉണ്ടാകുന്നു. നമ്മുടെ തലച്ചോറിൽ നമ്മളെല്ലാവരും അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, 100 ബില്യൺ ന്യൂറോൺസാണ് നമ്മുടെ തലച്ചോറിലുള്ളത്. പക്ഷേ ഈ തലച്ചോറിനെ നാം വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ അതിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ മന്ദീഭവിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാ വിധത്തിലുള്ള സമതുലനാവസ്ഥ, ഇക്വിലിബ്രിയം നിലനിർത്താൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ശരീരത്തിലെ അസ്വസ്ഥതകളും രോഗങ്ങളും ഇല്ലാതാക്കി ജീവിക്കാൻ ഒരുപാട് ഉപാധികൾ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളതാണ്, നമ്മുടെ ലോകത്തിലുണ്ടെന്നുള്ളതാണ്. പക്ഷേ മനസ്സിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു ചെറിയ അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവത്തെ സോൾവ് ചെയ്യാൻ പറ്റാതെ, അതിനെ പരിഹരിക്കാൻ കഴിയാതെ നമ്മുടെ സ്ട്രെസ്സ് കൂടുതൽ വർദ്ധിക്കുകയാണ്. ഈ സ്ട്രെസ്സ് തന്നെയാണ് പിന്നീട് ടെൻഷനായും, ആ ടെൻഷൻ തന്നെയാണ് പിന്നെ മറ്റൊരു തരത്തിലുള്ള രോഗവുമായി നമുക്ക് വളരുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകാതെ, കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആകാൻ കഴിയാതെ നമ്മൾ വിരസതയും നമുക്ക് താല്പര്യക്കുറവും, എല്ലാ കാര്യങ്ങളോടും താല്പര്യക്കുറവും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കാൻ, മനസ്സിനെ സമാധാനത്തോടു കൂടിയും മനസ്സിനെ സൗഖ്യത്തോടും കൂടി നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള പ്രകൃതി വിഭവങ്ങളെ നാം കൂടുതൽ ഉപയോഗിക്കാൻ നമ്മൾ സാധിക്കണം എന്നുള്ളതാണ്. അതിന് വായനയുണ്ടാകണം, കൂടുതൽ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകണം, വ്യക്തി വൈരാഗ്യങ്ങൾ ഉണ്ടാകാതെ. നമ്മൾക്കൊരു വ്യക്തിയോട് ദേഷ്യമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് പ്രതികാരം ഉണ്ടാകുമ്പോൾ, ഒരു വ്യക്തിയോട് നമുക്ക് വെറുപ്പ് തോന്നുമ്പോൾ, ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് അപകടമുണ്ടാക്കുന്ന പല രാസപ്രവർത്തനങ്ങളും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ രാസപ്രവർത്തനങ്ങളുടെ പ്രവർത്തന ഫലമായി പല രോഗാവസ്ഥയിലും നമ്മളൊരാളോട് വെറുപ്പ് തോന്നിക്കുമ്പോൾ, ദേഷ്യം തോന്നുമ്പോൾ, അല്ലെങ്കിൽ നിരന്തരമായി തുടർച്ചയായ ഒരാളോട് വൈരാഗ്യവും ദേഷ്യവും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും നമുക്ക് തന്നെയാണ് അതിൻ്റെ ദോഷമുണ്ടാകുന്നത്. നമ്മൾ സാധാരണയൊക്കെ പറയാറുള്ളതാണ്, അതിൻ്റെ ദോഷങ്ങൾ മുഴുവനും അവരനുഭവിക്കുന്നു. ശാരീരികമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ്. ന്യൂറോണുകൾ പരസ്പരം യോജിക്കുക, പുതിയ പ്രവർത്തനങ്ങളിൽ, പുതിയ കാര്യങ്ങളിൽ നാം ഇൻവോൾവ് ആവുക, നാം വെറുതെ ഇരിക്കാതെ. തലച്ചോറിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന ഒരു അവയവം ശരീരത്തിൽ തലച്ചോറാണ്. കാരണം 20% ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഊർജത്തിൻ്റെ 20% തലച്ചോറിലേക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്. തലച്ചോറ് കൃത്യമായി പ്രയോഗിക്കുകയാണെങ്കിൽ, തലച്ചോറ് പ്രവർത്തനരഹിതമായി വെറുതെ വെച്ചുകൊണ്ടിരുന്നാൽ മടിയാണ് അതിൻ്റെ അനന്തരഫലം. ഇതുകൊണ്ടാണ് നമ്മുടെ പല കുട്ടികളും കുറുക്ക് വഴികൾ ആലോചിക്കുന്നത്. പഠിക്കാൻ താല്പര്യമില്ലാതെ മടി പിടിച്ച് പ്രവർത്തനത്തിലേക്ക് വ്യാപൃതരാകാതെ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രകൃതിപരമായി നമുക്ക് എല്ലാവർക്കും സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഗുണമാണ് മടി എന്ന് പറയുന്നത്. തലച്ചോറിലേക്ക് കൂടുതൽ ഊർജം ഉപയോഗിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഊർജം ആവശ്യം വരും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന അവയവം, അതിലേക്ക് വേണ്ടതായിട്ടുള്ള പോഷകാഹാരങ്ങളും ഓക്സിജനും കൃത്യമായി എത്തുന്ന പലതരത്തിലുള്ള എക്സസൈസുകളും വ്യായാമ മുറകളും നാം അനുശീലിക്കേണ്ടിയിരിക്കും എന്നുള്ളതാണ്. ഇതൊന്നും ചെയ്യാതെ നാം അലസരായി ജീവിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് അസ്വസ്ഥതയും അസ്വാഭാവികമായ പല പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നാം കൂടുതൽ ജാഗരൂകരാകുകയും, ഇതൊക്കെ നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ വീടുകളിൽ കിട്ടേണ്ട ട്രെയിനിങ്ങാണ്, പരിശീലനങ്ങളാണ്. ആ പരിശീലനങ്ങൾ നിരന്തരമായി നമ്മുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. വെറുതെ മനസ്സിൽ വെച്ച് വലിയ തിയറികളായി മറ്റുള്ളവരോട് വിളമ്പുന്നതിലുപരിയായി അതിനെ പ്രായോഗികമായി ജീവിച്ച് കാണിക്കുകയും, പ്രായോഗികമായി ജീവിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും നമുക്ക് സ്നേഹിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മളൊക്കെ ഈ അപരത്വത്തെ നമ്മൾ മറന്നു പോവുകയും നമ്മളൊക്കെ ഇങ്ങനെ സ്വാർത്ഥമായ താല്പര്യങ്ങളാൽ നമ്മൾ ഇങ്ങനെ ഒതുങ്ങിക്കൂടുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. നാം അപരത്വത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, കൂടുതൽ ജനങ്ങളിലേക്ക്, നമ്മൾ ചാരിറ്റബിളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലേക്ക്, അതുപോലെ തന്നെ പല മനുഷ്യർക്ക് പല സഹായം ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ ശാരീരികമായ ഇക്വിലിബ്രിയത്തിന്, മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും ഒരേപോലെ സുഖാവസ്ഥ തരുന്ന ഒരു വെൽബീയിങ് അവസ്ഥയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായി, ഇനി കൂടുതൽ വിഷയങ്ങൾക്കായി നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോ സന്ദർശിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.